ഫ്രണ്ട്സ്, നമ്മുടെ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കേണ്ട കേട്ടോ, ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ മുടി ഒന്ന് പൊക്കി കെട്ടി വെച്ചതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ചൂടും നല്ല വെയിലും. എന്നാൽ പിന്നെ മുടി ഒന്ന് പൊക്കി കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടി അച്ഛനും കൂടി ഇവിടെ നല്ല അടിയാണ്. വേറെ ഒന്നിനല്ല കേട്ടോ, ജാനിക്കുട്ടിക്ക് ഇപ്പോൾ ട്യൂട്ടസ് വേണം. എവിടെ പോകണമെങ്കിലും ട്യൂട്ടസ് തായോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂട്ടസ് എന്ന് ആൾ ഉദ്ദേശിക്കുന്ന ഐലൈനറാണ് കേട്ടോ, കണ്ണ് മേളിൽ തേക്കുന്നതാണ്. അപ്പോൾ അച്ഛൻ അതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി തുടങ്ങിയിട്ട് ഞാൻ കനാലിലെടുത്തിടുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ കനാലില്ലാന്നുള്ള കാര്യം അച്ഛൻ മറന്നുപോയെന്ന് തോന്നുന്നു. ആറ്റിലായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ ഇടുക്കിയിലെ കാലാവസ്ഥ എനിക്ക് അത്ര അങ്ങ് ദഹിച്ചില്ല കേട്ടോ. കാര്യം ഇന്നലെ വൈകിട്ടോട് ജാനിക്കുട്ടിക്ക് നല്ല മന്ദൻ ചുമ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിറങ്ങി വരുന്നൊക്കെ അമ്മ അവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മന്ദൻ ചുമനെ മാറ്റാൻ വേണ്ടി അമ്മ ഒരു ട്രിക്ക് പറഞ്ഞു തന്നു. അത് ശേഖരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതേ കുട്ടായപ്പ എടുത്തോട്ട് പോവുക കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ആടലോടകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു ഇലയാണ് കേട്ടോ. അത് പറിച്ചുകൊണ്ട് വന്ന് ഉണക്കി നമുക്ക് വെയിലുണ്ട്, വെയിലത്തിട്ട് ഉണക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കി പൊടിച്ച് തേൻ കൂട്ടി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ചുമ മാറും. അത് നമ്മുടെ അമ്മുചേച്ചിയുടെ അമ്മ എന്നെ പുറകിൽ നിന്ന് വിളിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഉപ്പറയ്ക്ക് പോകുന്നതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ കുഞ്ഞു റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ വലിയ റോഡിലോട്ടൊക്കെ ഇറങ്ങി. ഞാൻ എൻ്റെ മുടി പോയിട്ടില്ല, അഴിഞ്ഞ് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ എപ്പോഴും എൻ്റെ മുടി അഴിഞ്ഞ് പോരാറുണ്ട്. എന്തായാലും ഇന്ന് സക്സസ്ഫുള്ളി അത് അങ്ങനെ തന്നെ ഇരുന്ന കൈസ്. എനിക്ക് മുടിയുടെ ഒന്നും അത്രയ്ക്ക് സ്റ്റൈലൊന്നും അറിയില്ല കേട്ടോ. ഹെയർ സ്റ്റൈലുകളൊന്നും എനിക്കധികം വലുതായിട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചിറ്റേനെയും കുട്ടായപ്പാനെയും കണ്ടിട്ട് അവരെന്തോ കൃഷിഭവനിലോങ്ങാണ്ടൊക്കെ പോകുമായിരുന്നു. പൊന്നുവിൻ്റെ വീട്ടിൽ കുഞ്ഞിനെ കാണാൻ പോയില്ലെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരിവിടെ ഇല്ല കേട്ടോ, തൃശ്ശൂരാണ്. അവരെന്തോ ജോലിയായിട്ട് അവിടെ പോയേക്കാണ്. അപ്പോൾ ഈ മാതാവിൻ്റെ പുതിയൊരു രൂപ കൂടി ഇവിടെ വന്നതാണ് കേട്ടോ. എൻ്റെ ദൈവമേ, പണ്ടൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല കുറേ സ്റ്റെപ്പുകളായിരുന്നു അങ്ങോട്ടേക്ക് കയറി പോകേണ്ട. ഇപ്പോൾ അവിടെ മാതാവ് എത്തി, നല്ല കാര്യം. അപ്പോൾ ഞങ്ങൾ പപ്പായുടെ അടുത്തോട്ട് കപ്പയും ഇറച്ചിയും മേടിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. പപ്പ കപ്പയും ഇറച്ചിയും മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ അത് വീട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോക്കോളാന്ന് പപ്പാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്ക് ജാനിക്കുട്ടീനായിട്ട് പപ്പ കടയ്ക്കുള്ളിലോട്ട് പോയി മുട്ടായി മേടിച്ച് കൊടുക്കാമെന്നുണ്ട്. അപ്പം തന്നെ ദൈവദൂതനെ പോണക്ക് സിന്ധുമ്മയുടെ കോള് വന്ന് മുട്ടായി ഒന്നും മേടിച്ച് കൊടുക്കല്ലേ, കൊച്ചിനും ചുമയാണെന്ന് പറഞ്ഞ് ജാനിക്കുട്ടി പോയ പോണക്ക് പപ്പ തിരിച്ചു കൊണ്ടുപോയിട്ടോ. ആൾ ചമ്മി നിൽക്കുകയാണ്. അതിന് ചെറിയൊരു വിഷമമൊക്കെ ആളുടെ മുഖത്തുണ്ട് കേട്ടോ, ആ ഒരു മ്ലാനതയൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഇടുക്കിയിലെ ക്ലൈമറ്റ് അത്ര വലിയ സുഖമുള്ള ക്ലൈമറ്റ് അല്ല. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും കേട്ടോ, പനി കാര്യങ്ങളൊക്കെ. അത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോയതുകൊണ്ടാണ് അത്രയും അവളെ പെട്ടെന്ന് പിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു ഒരു മന്ദൻ ചുമ വന്നത്. ചുമ എന്ന് വെച്ചാൽ ചങ്ങൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ് കേട്ടോ. കൊച്ചിങ്ങനെ എന്തോ ഇറിറ്റേഷൻ കാണിക്കുന്നത് നമുക്കും ടെൻഷനാണ്. കുറച്ച് ദിവസമൊക്കെ ആടലോടകത്തിൻ്റെ പൊടിയൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയായിരുന്നു കേട്ടോ സംഭവം. പക്ഷേ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പറിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവിടെ പോയി അതൊക്കെ പറിച്ചായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി തന്നെയല്ല, അവിടെ ടൈലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു. അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ചോറ് കൊണ്ടിട്ട് പോകുന്നൊക്കെ. പക്ഷേ ഇല്ല, ഞങ്ങൾ കഴിച്ചില്ല, ഇങ്ങ് പോന്നു. അപ്പോൾ അമ്മ പറയാണ് കേട്ടോ, പാപ്പും അമ്മച്ചിമ്മയൊക്കെ മത്സരിച്ച് മുട്ടായി എന്നുകൊണ്ട് കൊച്ചിന് നല്ല ചുമയാണെന്ന്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചതേ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.